ജീവിതത്തിന്റെ ലാഭനഷ്ടങ്ങൾക്കിടയിൽ സന്തോഷം തിരഞ്ഞെടുക്കുന്നത് ഒരു രാഷ്ട്രീയമാണ്. നിന്റെ സാഹചര്യം നിനക്കും എന്റെ സാഹചര്യം എനിക്കും നോർമലാണെന്ന് ചിന്തിക്കാൻ മാത്രം മനസ്സിന് വലുപ്പമില്ലാത്ത മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് 100 സംസാരിക്കുന്നത് അത്ര നോർമലാണെന്ന് നമുക്ക് തോന്നാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. 18 തികഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ തിങ്കളാഴ്ച വീട് വിട്ടിറങ്ങിയ ജീവിതത്തിന്റെ ബാക്കി കഥയാണ് റിയ ഫാത്തിമയുടെ 100ന്റെ വെളിച്ചം എന്ന പുസ്തകത്തിന്റെ 2ാം ഭാഗമായ മറിച്ചുമണക്കുന്ന കാലം പറയുന്നത്. മനുഷ്യരെ മണങ്ങൾ കൊണ്ട് ഓർത്തുവയ്ക്കുന്ന ചിലരുണ്ട്. നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലുമുള്ള കാറ്റിന്റെ ഒപ്പമുള്ള മണമായി നമ്മുടെ ഉള്ളിലെ മറിച്ചുമണക്കുന്ന കാലത്തിലേക്ക് നമ്മെ നിരുപാധികം തള്ളിയിടുന്ന മനുഷ്യർ. അപ്പോൾ ഓർമ്മകളുടെ കനം ഭാരമായി തോന്നാതെ ചിരിച്ചുകൊണ്ട് എവിടെയെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാകാം എന്ന് പറയാൻ കഴിയുന്നിടത്താണ് നമ്മൾ സ്നേഹം അതേത് വിധമാണെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കാൻ കഴിവുള്ള മനുഷ്യരായി മാറുന്നത്. വിശപ്പും ദാഹവും പോലെ തന്നെ മനുഷ്യന്റെ ബേസിക്കായ ആവശ്യങ്ങളാണ് സെക്ഷൽ ഡിസയറും എന്ന് ഫാത്തിമ പറയുമ്പോൾ, വിവാഹത്തിന് മുന്നേ സെറ്റാകാത്തതൊന്നും വിവാഹത്തിന് ശേഷം സെറ്റാകാൻ പോണില്ല എന്ന് ഫാത്തിമ പറയുമ്പോൾ സദാചാര മലയാളികളുടെ നെറ്റി ചുളിഞ്ഞേക്കാം. പക്ഷേ റിയയുടെ വാക്കുകൾ വിപ്ലവമാണ്. അത് സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കപ്പെടാനുമുള്ള പെണ്ണിന്റെ വാക്കുകളാണ്. സ്നേഹിക്കപ്പെടുന്നതും ആഗ്രഹിക്കപ്പെടുന്നതും പ്രണയിക്കപ്പെടുന്നതും ഒക്കെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു തരുന്ന വാക്കുകൾ. അതുകൊണ്ട് തന്നെ ഓറാട്ടയിൽസ് പ്രസിദ്ധീകരിച്ച മറിച്ചുമണക്കുന്ന കാലം സംവദിക്കുന്നത് മനുഷ്യന്റെ ക്ലാവ് പിടിച്ച ചിന്താഗതികളോടാണ്.